മാടായി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സുഗതകുമാരി വേദി 10 നടന്ന UP വിഭാഗം കഥാപ്രസംഗത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ്, എല്ലാരും ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയേ. ആദിദേവ്, ശ്രാവൺ, തനുഷ്, ദീക്ഷിത് സാജൻ, ദീക്ഷിത് യതീഷ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് എല്ലാവരും? നെരുമ്പറ UP. ഇപ്പൊ കഥ പറയുന്നത് മോനാണല്ലോ അല്ലെ? ഇവരൊക്കെ ഇൻസ്ട്രുമെന്റ് അല്ലേ? ഏതൊക്കെ ഇൻസ്ട്രുമെന്റാ യൂസ് ചെയ്യുന്നത്? തബല, സിംബൽ, ഹാർമോണിയം, ടൈമർ. ഇതിപ്പോ ഇതാരാ പഠിപ്പിച്ചേ? കഥാപ്രസംഗം ആരാ പഠിപ്പിച്ചേ? അഭിനന്ദൻ രോംബ്രാന്റെ ഏട്ടനാണ് കഥാപ്രസംഗം പഠിപ്പിച്ചത്. അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇൻസ്ട്രുമെന്റ്സ് ജോയ് മാഷും ജയനേരും. ഇപ്പോ UP വിഭാഗത്തിൽ ഇൻസ്ട്രുമെന്റ് നിർബന്ധമല്ലല്ലോ അല്ലെ? അപ്പൊ ഇപ്രാവശ്യം ഇൻസ്ട്രുമെന്റ് കൂടെ കൊണ്ടുവരാനുള്ള കാരണം എന്താ? കുറച്ചും കൂടി അടിപൊളിയാകുന്നില്ലോണ്ട് കൂടി. ഇതിനു മുന്നേ കഥാപ്രസംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇതിനു മുന്നേ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം, അതിന് മുന്നത്തെ കൊല്ലം. അപ്പൊ 1ാം സ്ഥാനം കിട്ടിയിരുന്നോ? അപ്പൊ ആ ഒരു ധൈര്യത്തിൽ തന്നെയായിരുന്നു അല്ലെ ഇപ്രാവശ്യം ഉള്ള ഈ വരവും? ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ആയി അല്ലേ? അപ്പൊ ആ രീതിയിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. മോന്റെ കഥാപ്രസംഗത്തിന്റെ തീം എന്തായിരുന്നു? തീം 100 സിംഹാസനങ്ങൾ പറഞ്ഞിട്ട് ഒരു കളക്ടർ തൻ്റെ അമ്മ ഭ്രാന്തിയാണ്, കാട്ടുനായിക്കാണ്. ആ ഒരു ഇതുകൊണ്ട് അമ്മേനെ ഉപേക്ഷിക്കുമായിരുന്നു. അതായിരുന്നു അതിന്റെ ഒരു തീം അല്ലേ? ഇതിപ്പോ ആ ഒരു കഥാപ്രസംഗത്തിന്റെ ഒരു ചുരുക്കം അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് വേണ്ടിട്ട് പറയോ? പാട്ട് മതിയോ? ഓക്കെ, പാട്ട് മതി. കാട്ടുചോലക്കര ഒരു കരിമരുതിൻ ചോട്ടിൽ കാലം കുടഞ്ഞെറിഞ്ഞൊരു കാട്ടുനായ്ക്കൻ്റെ കാലം കുടഞ്ഞെറിഞ്ഞൊരു കാട്ടുനായ്ക്കൻ്റെ ജന്മം. അപ്പൊ ഒരു കഥാപ്രസംഗത്തിൽ 15 മിനിറ്റിനകത്താണല്ലോ ഒരു കഥാപ്രസംഗം അല്ലേ? അപ്പൊ അതിനകത്ത് 10 മിനിറ്റ് എത്ര പാട്ടുകൾ ഉണ്ടാവും? 6 പാട്ടുണ്ട് അല്ലെ? ഗണ്ണിക ശേഷം ഓരോ പാട്ടുകളായിട്ട്. ഇതിപ്പോ 1ാം സ്ഥാനം കിട്ടിയെന്ന് വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞോ? സ്കൂളിലൊക്കെ പറഞ്ഞു? അധ്യാപകരൊക്കെ എന്ത് പറയുന്നു? അധ്യാപകരൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിന്, അമ്മയും അച്ഛനും എല്ലാവരും ഇവിടെ ഉണ്ടായിന്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായോ? എല്ലാവരും സപ്പോർട്ട് തന്നെയല്ലേ? ഇത് പഠിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നു? ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ മോൻ 1ാം സ്ഥാനം നേടുന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ ടീച്ചർ? അച്ഛനും അമ്മയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നല്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയോണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഇനിയിപ്പോ മറ്റേതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? നാടകത്തിന് UP നാടകം മലയാളം 1ാം സ്ഥാനം കിട്ടിയ നാടകം അല്ലേ? അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടുള്ള ജീവിതത്തിലും അഭിനയ രംഗത്ത് നല്ല മികച്ചതായി മാറാൻ വേണ്ടി പറ്റട്ടെ. അതുപോലെ തന്നെ നിങ്ങളൊക്കെയും ഇൻസ്ട്രുമെന്റിൽ നല്ല രീതിയിൽ നല്ല പ്രാവീണ്യം നേടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.